ഹായ്, ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വന്നേ. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ഷോപ്പിലെ നമ്മുടെ കാറിലാണ് നമ്മളെ കസ്റ്റമറെ കൊണ്ടാക്കുക, അതായത് ബസ്സിലോ ഓട്ടോയിലോ വരുന്നവരെ. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഇതുവരെ ആരും വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഷോപ്പിൽ നിന്ന് വിളിച്ചുകൊണ്ട് വേജോട്ട് ഒരാളുടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കൊണ്ടാക്കാൻ വേണ്ടിയിരുന്നത്. അപ്പം ഞാൻ വേഗം ഷോപ്പിലേക്ക് കൊണ്ട പരിപാടിയാണ്. മമ്മിയുടെ കാര്യമായ പണിയിലാണ്. ഹലോ മമ്മി, ഹായ്. ഏതാ ചെടി ഇഷ്ടമുണ്ടല്ലോ, ഒതുക്കിയൊക്കെ എന്താ തിരക്കില്ലാതല്ലേ? ആഹാ, എന്നാൽ പിന്നെ ഞാൻ വിട്ടേ ഒരാളെ കൊണ്ടാക്കാണ്ട് വേമ്പൂര് കൊണ്ടാക്കിയിട്ട് വിട്ട്. നമ്മൾ ഉണ്ണി ലീവാണ്, അതുകൊണ്ട് ഞാൻ തന്നെ പോകേണ്ട അവസ്ഥയാവുള്ളേ. അപ്പം വേഗം പോയിട്ട് വരട്ടെ. ഓക്കെ, നമ്മളെ ഷോപ്പിൽ വന്നിട്ട് നമ്മൾ പറഞ്ഞില്ലേ നമ്മളെ വണ്ടിയിലാന്ന് നമ്മൾ കൊണ്ടാക്കുക എന്ന് പറഞ്ഞല്ല ഫസ്റ്റ് ആള്. അപ്പോൾ നമ്മളേതായാലും പിന്നെ നമ്മളെ ഉണ്ണി ലീവാണ്, അതുകൊണ്ട് ഞാനന്ന് പോയിട്ട് കൊണ്ടാക്കണ്ടേ. അപ്പം ഓക്കെ, ഓക്കെ വിടത്തില്ലല്ലേ? എന്നാ പിന്നെ ശരി. എന്നാല് മോള് ഉറങ്ങിപ്പോയിന്നോ അല്ലേ? വലിയ ദൂരമൊന്നുമില്ല, അടുത്താന്ന് കേട്ടാ. ശരി എന്നാല് ഓക്കെ. അപ്പൊ അവരെ വണ്ടി ഇറക്കി കേട്ടാ. ഇത് വലിയ ദൂരമൊന്നുമില്ല. കരിങ്കൊക്കെ എന്ന് പറഞ്ഞാല് നമുക്ക് ഇവിടുന്ന് ആകെ 2-2.5 കിലോമീറ്റർ അത്രേ ഉള്ളൂ കേട്ടാ. കരിങ്കൊക്കെ എത്തിയിട്ട് അവിടുന്ന് ഒരുവനാട് ബസ് സ്റ്റോപ്പിൽ നിർത്തിയെന്ന് പറഞ്ഞേ. നമുക്ക് അവിടുന്ന് താഴേക്ക് വെച്ചിട്ട് വലിയ കുന്നാണ്, നല്ല വലുപ്പമുണ്ട്. അപ്പോൾ അത് നടക്കണ്ടേ, അവരുടെ കാലിന് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് താഴെ നോക്കുമ്പോൾ പോകുമ്പോൾ കുറേ ദൂരം 1/2 കിലോമീറ്ററോളം ദൂരം താഴോട്ടൊക്കെ പോകണം തോന്നും. അപ്പോൾ അങ്ങനെ ഓരോ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു ഹാപ്പി ആട്ടാ. എന്തായാലും ഇന്നത്തെ ഫസ്റ്റ് ആള് ഇവരാണ്. അതുപോലെ ഫസ്റ്റ് തന്നെ കൊണ്ടാക്കാൻ അനക്കാ യോഗം. ഷോപ്പിൽ വേറെ കാർ എടുക്കുന്ന ആളില്ലേ. ഷബീർ കാറിൽ ഓടിക്കും, പക്ഷെ നമ്മൾ ബെൻസ് അധികം ഓടിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് ഓനൊരു ധൈര്യക്കുറവ്. അതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടാക്കണമെന്ന് കേട്ടാ. എന്തായാലും വളരെയധികം സന്തോഷം, അവർക്കും നല്ല സന്തോഷമായി കേട്ടാ. അവിടുന്ന് ബസ്സെല്ലാം കയറിയല്ലോ ഓട്ടോയെല്ലാം പിടിച്ചിട്ടെല്ലാം അങ്ങ് പോകണ്ടേ. ഇതാകുമ്പോൾ സുഖമായിട്ട് വീട്ടിൻ്റെ അടമുറ്റം വരെ എത്തിയിട്ടുണ്ട്. സന്തോഷം. അപ്പോൾ നമ്മളിതിനെ തുടരും. നമ്മൾ ഷോപ്പിൽ വരുന്ന എല്ലാവരും ഇതുപോലെ കൊണ്ടാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മളെ വണ്ടി ബെൻസ് വെറുതെ ഒരു പണിയില്ലാണ്ട് വീട്ടിൽ നിൽക്കാം. അപ്പോൾ ഇതിനൊരു പണിയും കൂടി ആവട്ടെ എന്നുള്ളതിൽ വലിയ സന്തോഷം. ഇനി അടുത്താരാ കൊണ്ടാക്കേണ്ടതെന്ന് അറിയില്ല. ഇനിയും ഒരുപാട് ആൾക്കാരെ ഇതുപോലെ കൊണ്ടാക്കാൻ നമുക്ക് യോഗം ഉണ്ടാവട്ടെ. ഒരു ഉപകാരം ചെയ്യുമ്പോൾ ഒരു സുഖം ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട്, എല്ലാ പോസ്റ്റിലും ഞാൻ പറയലുണ്ട്. ഉപകാരം ചെയ്യുമ്പോൾ ഒരു സുഖം അത് അനുഭവിച്ച് തന്നെ അറിയണം, അത് ശീലിക്കണം. അത് ശീലിച്ച് അത് അനുഭവിക്കുമ്പോൾ അതിന് വേറെ തന്നെ സുഖമാണ്. എന്തായാലും മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ ഒരു സുഖമില്ലേ, അതെന്തായാലും നല്ലൊരു ഫീലിംഗ് ആണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇനിയും ഇതുപോലെ കൊണ്ടാക്കാൻ അവസരം ഉണ്ടെങ്കിൽ വലിയ ഭാഗ്യമായിട്ട് കാണുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ ഷോപ്പിലെത്തിയേട്ടാ.